മനുഷ്യജീവിതം എന്നും സമ്മർദ്ദപൂരിതമാണ്. ജീവിതത്തിൽ എല്ലാവരും സ്വാഭാവികമായി അനുഭവിക്കുവാൻ കഴിയുന്ന ഒരു യാഥാർത്ഥ്യമാണ് സമ്മർദ്ദം എന്ന് പറയുന്നത്. ഏവരും പൊതുവായി ഉപയോഗിക്കുന്ന ഒരു പദമായിട്ടും സമ്മർദ്ദത്തെ കാണുവാൻ കഴിയും. പലപ്പോഴും ശാരീരികമായി ബുദ്ധിമുട്ടുകൾ പ്രകടിപ്പിക്കുമ്പോൾ, മാനസികമായി അസ്വസ്ഥരാകുമ്പോൾ പലരും ചോദിക്കുന്ന ചോദ്യമാണ്, എന്തെങ്കിലും സ്ട്രെസ് ഉണ്ടോ? എന്തെങ്കിലും ടെൻഷനുണ്ടോ? എന്തെങ്കിലും ബുദ്ധിമുട്ട് അഭിമുഖീകരിക്കുന്നുണ്ടോ? സമ്മർദ്ദത്തിലേക്കുള്ള നീക്കം പ്രായഭേദം എന്നെ എല്ലാവരെയും അഭിമുഖീകരിക്കുന്ന ഒരു യാഥാർത്ഥ്യമായിട്ട് കാണുവാൻ കഴിയും. സമ്മർദ്ദത്തെ ശരിയായ രീതിയിൽ തിരിച്ചുവിടുവാൻ കഴിഞ്ഞില്ല എങ്കിൽ മനസ്സിനെ ശാന്തമാക്കുന്ന ആ തലത്തിൽ നിന്നും മനസ്സ് കൈവിട്ടു പോകുന്ന സാഹചര്യങ്ങളാണ് ഉണ്ടാകാറുള്ളത്. മനസ്സ് ശാന്തം ആകണം എങ്കിൽ സമ്മർദ്ദത്തെ ശരിയായ രീതിയിൽ കൺട്രോൾ ചെയ്യുവാൻ, സമ്മർദ്ദത്തെ ശരിയായ രീതിയിൽ നിയന്ത്രിക്കുവാൻ, നിലനിർത്തുവാൻ കഴിഞ്ഞാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. വിഷമകരമായ സാഹചര്യം, മാനസികമായ പിരിമുറുക്കം, അസ്വസ്ഥത ഇവ പലപ്പോഴും സമ്മർദ്ദത്തിൻ്റെ ലക്ഷണങ്ങളായി കാണുവാൻ കഴിയും. പല തലത്തിൽ വിഷമിപ്പിക്കുന്ന സാഹചര്യങ്ങൾ ചുറ്റിലും ഉണ്ടാകാം. സാഹചര്യങ്ങളെ നോക്കി പഴിക്കുന്നവരായിട്ടല്ല, സാഹചര്യങ്ങളെ കുറ്റം പറയുന്നവരായിട്ട് അല്ല. ആ വിഷമം നിറഞ്ഞ സാഹചര്യങ്ങളെ എനിക്ക് എങ്ങനെ അതിജീവിക്കുവാൻ കഴിയും? അത്തരത്തിലുള്ള ഒരു പോസിറ്റീവ് ചിന്ത നേടിയെടുക്കുമ്പോൾ സമ്മർദ്ദത്തെ ക്രമേണ ഓവർകം ചെയ്യുവാൻ കഴിയും. അതുപോലെ മാനസികമായുള്ള പിരിമുറുക്കം, സ്ട്രെസ് പല തരത്തിലും പല മേഖലയിലും ബാധിക്കാറുണ്ട്. ഇത്തരം മാനസികമായ പിരിമുറുക്കം ഉണ്ടാകുമ്പോൾ ആ മാനസികമായ പിരിമുറുക്കത്തിന് വിധേയപ്പെടുന്ന സാഹചര്യമല്ല വേണ്ടത്. അവയിൽ നിന്നും എങ്ങനെ എനിക്ക് എഴുന്നേൽക്കാൻ കഴിയും, അവയെ എങ്ങനെ എനിക്ക് അതിജീവിക്കാൻ കഴിയും, അത്തരം ചിന്താഗതിയാണ് വേണ്ടത്. ശാരീരികമായും മാനസികമായും വൈകാരികമായും അസ്വസ്ഥതകൾ ഉണ്ടാകുമ്പോൾ ശാന്തമായ മനസ്സിന് ഉടമകളായിക്കൊണ്ട് എന്തുകൊണ്ട് ഈ സമയത്ത് ഇത്തരത്തിലുള്ള അസ്വസ്ഥതകൾ എനിക്ക് അഭിമുഖീകരിക്കേണ്ടി വരുന്നു എന്ന് ഒന്ന് ചിന്തിക്കുമ്പോൾ സ്ട്രെസ്സിനെ മാറ്റി നിർത്തുവാൻ കഴിയും. എന്നാൽ ഈ വിഷമകരമായ സാഹചര്യങ്ങളെയും മാനസിക പിരിമുറുക്കങ്ങളെയും അസ്വസ്ഥതകളെയും അതിജീവിക്കുവാൻ കഴിയാതെ അതിൻ്റെ പിന്നാലെ നീങ്ങുകയാണെങ്കിൽ പലപ്പോഴും സ്ട്രെസ് എന്ന് പറയുന്നത് നമ്മിൽ തന്നെ നിയന്ത്രിക്കുവാൻ കഴിയാതെ നമുക്കപ്പുറം ആയി പല രോഗങ്ങൾക്കും കാരണമായി തീരുവാൻ ഇടവരാറുണ്ട്. സാധാരണ നമുക്കറിയാം, ഒരു ബലൂണിനെ ഊതി വീർപ്പിക്കുമ്പോൾ അതിൻ്റെ മാക്സിമം അളവ് വരെ ഊതി വീർപ്പിച്ചു കഴിഞ്ഞാൽ വീണ്ടും ഊതി വീർപ്പിക്കാൻ ശ്രമിച്ചാൽ അത് പൊട്ടുകയാണ് ചെയ്യുന്നത്. അതിനൊരു ലിമിറ്റുണ്ട്, ഒരു അളവുകോലുണ്ട്, ഇത്രമാത്രം ഊതി വീർപ്പിക്കാവൂ. അതിനേക്കാൾ അപ്പുറം ആകുമ്പോൾ പലപ്പോഴും അത് പൊട്ടിത്തെറിക്കുന്നു, അത് തന്നെ ശൂന്യമായി തീരുന്നു, അതിൻ്റെ വില നഷ്ടമാകുന്നു. അതിനെക്കൊണ്ട് എന്ത് പ്രയോജനമുണ്ടോ? പ്രയോജനമില്ലാത്ത നിലയിലേക്ക് എത്തിച്ചേരുന്നു. മനുഷ്യ ജീവിതവും ഇപ്രകാരം തന്നെയാണ്. മനുഷ്യന് കൺട്രോൾ ചെയ്യുന്ന അല്ലെങ്കിൽ വഹിക്കുവാൻ പറ്റുന്ന ഒരു അളവിലുള്ള ആ സാഹചര്യങ്ങളുണ്ട്. മനുഷ്യന് ജീവിത നിലവാരത്തെ, ജീവിതത്തിലെ ടെൻഷൻസിനെ അഭിമുഖീകരിക്കുവാൻ പറ്റുന്ന ഒരു അളവുകോലുണ്ട്. അതിനപ്പുറമായി തീരുമ്പോൾ പലപ്പോഴും വിഷമഘട്ടങ്ങളിലേക്കും ബുദ്ധിമുട്ടിലേക്കും ശാരീരികമായ രോഗങ്ങളിലേക്കും മാനസിക സംഘർഷങ്ങളിലേക്കും വൈകാരികമായ പ്രക്ഷുബ്ധത്തിലേക്കും നയിക്കുകയും ജീവിതം തന്നെ അർത്ഥപൂർണമില്ലാത്ത സാഹചര്യങ്ങളിലേക്ക്, എന്തിനോ ഏതിനോ വേണ്ടി ജീവിക്കുന്നു, ഞാൻ ഇങ്ങനെയൊക്കെ ആയിപ്പോയല്ലോ എന്ന് മനസ്സ് അസ്വസ്ഥമാകുന്ന ചിന്തകളാണ് ഉണ്ടാകുന്നത്. സ്ട്രെസ് എന്ന് പറയുന്നത് മനുഷ്യനെ തളർത്തുന്നതായി തീരാതെ വണ്ണം, സ്ട്രെസ് ഏത് കാരണം കൊണ്ടാണോ ഉണ്ടായത് അത് കണ്ടെത്തി മുന്നോട്ട് പോകുവാൻ കഴിഞ്ഞില്ല എങ്കിൽ ജീവിതത്തിലൂടെ പല പ്രശ്നങ്ങളും സ്വന്തമായിട്ടും കുടുംബാംഗങ്ങൾക്ക് പോലും അഭിമുഖീകരിക്കേണ്ടുന്ന സാഹചര്യത്തിലേക്കാണ് നീങ്ങാറുള്ളത്. സ്ട്രെസ് എന്ന് പറയുന്നത് മനുഷ്യന് താങ്ങാവുന്നതിൽ അപ്പുറം ആകുവാൻ പാടില്ല. താങ്ങാവുന്നതിൽ അപ്പുറമാകുന്ന വെല്ലുവിളികൾ, ഭീഷണികൾ, ശാരീരിക മാനസിക വൈകാരിക പ്രതികരണങ്ങൾ ഇവ പലപ്പോഴും മനുഷ്യ മനസ്സിനെ അസ്വസ്ഥമാക്കുന്ന ജീവിതചര്യയിലേക്ക് നയിക്കുന്നു. മനുഷ്യനിലുള്ള ഒരു ജീവിത യാഥാർത്ഥ്യമായിട്ട് സ്ട്രെസ്സിനെ അഭിമുഖീകരിക്കുവാൻ കഴിയണം. മനുഷ്യനിൽ എപ്പോഴും കുടികൊള്ളുന്ന ഒരു യാഥാർത്ഥ്യമാണ് സ്ട്രെസ്.
ചിലപ്പോൾ എത്ര മാറ്റിമറിക്കാൻ ശ്രമിച്ചാലും അത് ജീവിതത്തിൽ ഉണ്ടാകും. പക്ഷേ അതിനെ അതിജീവിക്കുവാനുള്ള കരുത്ത് എത്രത്തോളം ആർജിക്കുന്നുവോ അതിനനുസരിച്ച് മുന്നോട്ട് നീങ്ങുവാൻ കഴിയും. മനുഷ്യൻ എന്നും ഒരു ഓട്ടക്കളത്തിലാണ് നീങ്ങുന്നത്, ഓടിക്കൊണ്ടേ ഇരിക്കുന്നു. ഈ ഓട്ടക്കളത്തിൽ ഇടയ്ക്കിടയ്ക്ക് പ്രതിബന്ധങ്ങൾ ഉണ്ടാകാം, സംഘർഷങ്ങൾ ഉണ്ടാകാം, ഓട്ടത്തെ തടസ്സപ്പെടുത്തുന്ന ചില കാര്യങ്ങൾ ഉണ്ടാകാം. ഇവയൊക്കെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ ഓട്ടക്കളത്തിൽ ശരിയായ രീതിയിൽ ഓടണം എങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വരുന്ന പ്രതിബന്ധങ്ങൾ, ഇടയ്ക്കിടയ്ക്ക് വരുന്ന മാനസിക അതുപോലെ വൈകാരിക ബുദ്ധിമുട്ടുകൾ, ഇടയ്ക്കിടയ്ക്ക് വരുന്ന പരാജയങ്ങൾ, അസ്വസ്ഥതകൾ ഇവ കണ്ടെത്തി തിരിച്ചറിഞ്ഞില്ല എങ്കിൽ ഈ ഓട്ടക്കളത്തിൽ ശരിയായ നിലയിൽ ഓടുവാൻ സാധിക്കില്ല. പല പ്രായത്തിലുള്ളവർക്കും തങ്ങളുടെ ജീവിത നിലവാരത്തിൽ ചെയ്തു തീർക്കുവാൻ ഏറെ കാര്യങ്ങൾ ഉണ്ട്. കുഞ്ഞുങ്ങൾ മുതൽ മുതിർന്നവർ വരെ നോക്കുമ്പോൾ അവരുടെ ജീവിത ലക്ഷ്യം വ്യത്യസ്തമാണ്. ജീവിതത്തിൽ അഭിമുഖീകരിക്കേണ്ടി വരുന്ന യാഥാർത്ഥ്യങ്ങൾ വ്യത്യസ്തമാണ്. LKG പഠിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം 10ാം ക്ലാസ്സിലുള്ള സിലബസ് പഠിക്കുവാൻ നിർബന്ധിക്കുവാൻ നമുക്ക് പറ്റുമോ? പറ്റില്ല. കുട്ടിയെ കൊണ്ട് താങ്ങാൻ പറ്റില്ല. കുട്ടിക്ക് പറ്റുന്ന നിലവാരത്തിലുള്ള കാര്യങ്ങൾ നൽകുമ്പോൾ മാത്രമാണ് കുട്ടിയുടെ ജീവിതം മെച്ചകരമാക്കി തീർക്കുവാൻ കഴിയുന്നത്. പല പ്രായത്തിൽ ജീവിതത്തിൽ അഭിമുഖീകരിക്കേണ്ടി വരുന്ന പ്രശ്നങ്ങളെ മുന്നിൽ കണ്ടുകൊണ്ട് മാറ്റേണ്ടതിനെ മാറ്റിക്കൊണ്ട് അവയിൽ അതിജീവിക്കേണ്ടതിനെ അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുമ്പോഴാണ് യഥാർത്ഥത്തിൽ സ്ട്രെസ് ഓവർകം ചെയ്യുവാനുള്ള കപ്പാസിറ്റി വിവിധ പ്രായത്തിലുള്ളവർക്ക് സ്വായത്തമാക്കുവാൻ കഴിയുന്നത്. വിവിധ തലത്തിലുള്ള സമ്മർദ്ദങ്ങളാണ് ഉണ്ടാകാറുള്ളത്. ഒന്നാമത്തേത് കടുത്ത സമ്മർദ്ദം. കടുത്ത സമ്മർദ്ദം എന്ന് പറയുന്നത് ഒരു ഷോർട്ട് പീരീഡിലുള്ള സമ്മർദ്ദം ആകാം, ഹ്രസ്വകാലത്തേക്കുള്ള സമ്മർദ്ദമാകാം. പക്ഷേ അതിനെ ശരിയായ രീതിയിൽ അതിജീവിച്ചാൽ അതിലൂടെ സന്തോഷവും ആനന്ദവും കൈവരിക്കുവാൻ കഴിയും. അതായത് പരീക്ഷ അഭിമുഖീകരിക്കുന്നതിന് മുമ്പുണ്ടാകുന്ന സംഘർഷപൂരിതമായ മനസ്സ്, ഇൻ്റർവ്യൂ അഭിമുഖീകരിക്കുന്നതിന് മുമ്പുണ്ടാകുന്ന ആ ഒരു സംഘർഷപൂരിതമായ മനോഭാവം, അതേപോലെ തന്നെ ഏതെങ്കിലും ഒരു ആക്സിഡൻറ്റ് ഉണ്ടാകുക, ജീവിതത്തിൽ വഴിമുട്ടി നിൽക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുക, പെട്ടെന്ന് സാമ്പത്തികമായ ബുദ്ധിമുട്ടിലേക്ക് നീങ്ങുന്ന സാഹചര്യങ്ങൾ, അതേപോലെ വിവിധ തലത്തിലുള്ള സമ്മർദ്ദങ്ങളാണ് മനുഷ്യർ അഭിമുഖീകരിക്കാറുള്ളത്. ഒന്നാമതായി കടുത്ത സമ്മർദ്ദം. കടുത്ത സമ്മർദ്ദം എന്ന് പറയുമ്പോൾ ഒരു നിശ്ചിത കാലത്തേക്ക് അഭിമുഖീകരിക്കുന്ന സമ്മർദ്ദമായിട്ട് കണക്കാക്കാൻ കഴിയും. നിശ്ചിത കാലത്തേക്ക് അഭിമുഖീകരിക്കുന്ന സമ്മർദ്ദത്തെ ശരിയായ രീതിയിൽ അതിജീവിക്കുമ്പോൾ അതിലൂടെ വേണ്ട രീതിയിലുള്ള സന്തോഷവും അതുപോലെ സ്വസ്ഥതയും കൈവരിക്കുവാൻ കഴിയും. പരീക്ഷ അഭിമുഖീകരിക്കുന്നതിന് തൊട്ട് മുൻപുണ്ടാകുന്ന സമ്മർദ്ദപൂരിതമായ അവസ്ഥ, നന്നായി പരീക്ഷ എഴുതി ഉന്നത വിജയം കഴിഞ്ഞാൽ അത്തരം ടെൻഷനിൽ നിന്നും ഓവർകം ചെയ്യാൻ കഴിയും. അതുപോലെ ഒരു വലിയ അപകടത്തിൽ നിന്നുള്ള പെട്ടെന്നുള്ള ഒരു രക്ഷപ്പെടൽ, അതും അപകടം നടക്കുന്ന സാഹചര്യങ്ങളിൽ മനസ്സ് ഭയങ്കരമായിട്ട് സമ്മർദ്ദത്തിലേക്ക് നീങ്ങാം എങ്കിലും ആ രക്ഷപ്പെടലിലൂടെ ക്രമേണ സന്തോഷപൂർണമായ സാഹചര്യത്തിലേക്ക് നീങ്ങുവാൻ കഴിയും. മറ്റൊന്ന്, പൊതു സംസാരത്തിലൂടെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിലൂടെ ഉണ്ടാകുന്ന മാനസിക സമ്മർദ്ദം ഏറെയാണ്. വേറൊന്ന് ശസ്ത്രക്രിയ ചിലപ്പോൾ ഒരു ഷോർട്ട് പീരീഡിലേക്ക് വേണ്ടിയുള്ളതാകാം. പക്ഷെ അതിലൂടെ വിജയകരമായി കഴിഞ്ഞാൽ വീണ്ടും അതിലൂടെ സന്തോഷം കൈവരിക്കുവാൻ കഴിയും. കടുത്ത സമ്മർദ്ദം തീവ്രമാകാം, പക്ഷെ സാഹചര്യം മാറിക്കഴിയുമ്പോൾ അതിലൂടെ മനുഷ്യന് സന്തോഷം, നമുക്ക് സ്വസ്ഥതയുള്ള ഒരു ജീവിതം കൈവരിക്കുവാൻ കഴിയും എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇത്തരം കടുത്ത സമ്മർദ്ദങ്ങൾ ഷോർട്ട് പീരീഡിൽ ഉള്ളതാണെങ്കിൽ പോലും അതിനെ വലുതായി കണ്ടുകൊണ്ട് അതെൻ്റെ ജീവിതം മാറ്റിമറിക്കുന്നു, അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിന് തകർച്ചയാണ് ഉണ്ടാകുന്നത് എന്ന് ചിന്തിക്കുമ്പോൾ അവിടെ വീണ്ടും മനസ്സിന് അസ്വസ്ഥതയാണ് ഉണ്ടാകാറുള്ളത്. എന്നാൽ എനിക്കിവയെ അതിജീവിക്കണം, ആ ഒരു പോസിറ്റീവ് മൈൻഡോട് കൂടെ അതിനെ അതിജീവിക്കുവാനുള്ള ഒരു ശ്രമമാണ് വേണ്ടത്. രണ്ടാമത്തെ സമ്മർദ്ദം വിട്ടുമാറാത്ത സമ്മർദ്ദം. വിട്ടുമാറാത്ത സമ്മർദ്ദം എന്ന് പറയുമ്പോൾ ദീർഘകാല അടിസ്ഥാനത്തിലുള്ള സമ്മർദ്ദത്തിലേക്കാണ് നയിക്കുന്നത്. ദീർഘകാലമായി മനുഷ്യ മനസ്സിനെ കാർന്നു തിന്നുന്ന സമ്മർദ്ദമായിട്ട് കണക്കാക്കുവാൻ കഴിയും. തുടർച്ചയായി ജോലിയിലുണ്ടാകുന്ന പരാജയങ്ങൾ,
ജോലിയിൽ തുടർച്ചയായി അഭിമുഖീകരിക്കേണ്ടി വരുന്ന സമ്മർദ്ദപൂരിതമായ അനുഭവങ്ങൾ, അത് തുടർച്ചയായി മനുഷ്യനിൽ ഭരിക്കുമ്പോൾ, തുടർച്ചയായി ആ സമ്മർദ്ദം ഓരോരുത്തരും അനുഭവിക്കുമ്പോൾ അത് പലപ്പോഴും ബുദ്ധിമുട്ടിലേക്കും സംഘർഷത്തിലേക്കും അസ്വസ്ഥതയിലേക്കും നയിക്കുന്നു. വിട്ടുമാറാത്ത രോഗം, ഒന്നിനു പുറകെ ഒന്നായി മറ്റൊന്നായി രോഗം ബാധിക്കുമ്പോൾ, മാത്രവുമല്ല പെട്ടെന്ന് ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയാത്ത രോഗം ബാധിക്കുമ്പോൾ മനസ്സ് അസ്വസ്ഥമാകുന്നു, സമ്മർദ്ദത്തിലേക്ക് നീങ്ങുന്ന പ്രവണതയാണ് ഉണ്ടാകുന്നത്. അപകടത്തിലൂടെ തുടർച്ചയായിട്ടുള്ള നീണ്ട ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ നീണ്ട കാത്തിരിപ്പിലും അതിലൂടെ രോഗം മുക്തി നേടുവാൻ കഴിയാതെ വരുമ്പോൾ അവിടെയും തുടർച്ചയായ സമ്മർദ്ദത്തിൽ, നീണ്ട സമ്മർദ്ദത്തിലേക്ക് നയിക്കുന്ന പ്രതിഭാസമായി കാണുവാൻ കഴിയും. കടക്കണിയിൽ സാമ്പത്തികമായി ബുദ്ധിമുട്ടിലേക്ക് വീഴുമ്പോൾ ആ സാമ്പത്തികമായ ബുദ്ധിമുട്ടിൽ നിന്നും ഒന്ന് എഴുന്നേൽക്കാൻ കഴിയാതെ വേണം വീണ്ടും 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 കടക്കണിയിലേക്ക് വീഴുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അതും വിട്ടുമാറാത്ത സമ്മർദ്ദമായി പരിണമിക്കാറുണ്ട്. അസംതൃപ്തിയുള്ള കുടുംബജീവിതം പലപ്പോഴും അത് വിട്ടുമാറാത്ത സമ്മർദ്ദമായി പലരും അഭിമുഖീകരിക്കുന്നു. ഇങ്ങനെ വരുമ്പോൾ അതൊരു നീണ്ട കാലം അഭിമുഖീകരിക്കുന്ന ഒരു പ്രോസസ്സായി, ഒരു പ്രക്രിയയായി, സമ്മർദ്ദത്തെ അതിജീവിക്കാൻ കഴിയാതെ സമ്മർദ്ദത്തിന് വിധേയപ്പെട്ടുകൊണ്ട് സമ്മർദ്ദമാണ് നമ്മെ ഭരിക്കുന്ന ആ ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങുന്ന പ്രയാണമാണ് ഉണ്ടാകുന്നത്. ഇത്തരം സാഹചര്യത്തിലൂടെ നീങ്ങുമ്പോൾ ഒരിക്കലും ഒരു എഴുന്നേൽപ്പ് ഉണ്ടാകുന്നില്ലേ എന്ന് ചിന്തിക്കുന്ന ആ ഒരു മനോഭാവം പോലും മനുഷ്യ മനസ്സുകളെ ഭരിക്കാറുണ്ട്. വിട്ടുമാറാത്ത സമ്മർദ്ദം എപ്പോഴും ജീവിതത്തിൽ ഒരു നെഗറ്റീവ് പ്രോസസ്സിലേക്ക്, ഒരു വിപരീതമായ ചിന്തയിലേക്ക്, ജീവിതത്തിന് ഒരു അർത്ഥമില്ലാത്ത, ജീവിതം എന്തോ ഇങ്ങനെയൊക്കെ ആയിപ്പോയി, ഇതെൻ്റെ തലയിലെഴുത്താണ് എന്ന് ചിന്തിക്കുന്ന സാഹചര്യത്തിലേക്ക് നീങ്ങുന്ന ഒരു പ്രയാണമാണ് ഉണ്ടാകാറുള്ളത്. ഈ വിട്ടുമാറാത്ത സമ്മർദ്ദം ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളിലേക്കും മാനസിക സംഘർഷങ്ങളിലേക്കും നയിക്കുന്നതോടൊപ്പം സ്വന്തം ജീവിതത്തോട് വിരക്തിയും കുടുംബാംഗങ്ങളോട് എതിർപ്പും നീരസവും എന്തിനേറെ ദൈവത്തോട് പോലും ചോദ്യചിഹ്നങ്ങളും ധാരാളമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പ്രക്രിയയാണ് ഉണ്ടാകാറുള്ളത്. മൂന്നാമതായി വൈകാരിക സമ്മർദ്ദം. വൈകാരിക സമ്മർദ്ദം എന്ന് പറയുമ്പോൾ ദുഃഖം, ഉത്കണ്ഠ, അമിതമായ നിരാശ, അടക്കാൻ ആകാത്ത കരച്ചിൽ, ഇങ്ങനെ മനുഷ്യ മനസ്സിനെ കാർന്നു തിന്നുന്ന പല അസ്വസ്ഥതകളിലേക്കും നയിക്കുന്ന വൈകാരിക സമ്മർദ്ദങ്ങളാണ് ഇന്ന് ഉണ്ടാകാറുള്ളത്. എല്ലാറ്റിനോടും ദേഷ്യം, ഒന്നിനോടും ഒരു താല്പര്യമില്ലായ്മ, എന്തിന് ജീവിക്കുന്നു എന്ന് പോലും ചിന്തിക്കുന്ന, എന്തിനേറെ ആത്മഹത്യയിലേക്ക് പോലും നയിക്കുന്ന പ്രവണതയാണ് പലപ്പോഴും വൈകാരികമായ സമ്മർദ്ദം നയിക്കാറുള്ളത്. വൈകാരികമായ സമ്മർദ്ദം നമ്മിലേക്ക് വരുമ്പോൾ അത് എനിക്ക് തന്നെ നിയന്ത്രിക്കുവാൻ കഴിയണം. പെട്ടെന്നുണ്ടാകുന്ന ദേഷ്യം, പെട്ടെന്നുണ്ടാകുന്ന ഒരു നീരസത്തിൻ്റെ സാഹചര്യങ്ങൾ, കയ്പിൻ്റെ അനുഭവങ്ങൾ, ഇത്തരം സാഹചര്യങ്ങൾ വരുമ്പോൾ അതിനെ കൺട്രോൾ ചെയ്യാൻ കഴിഞ്ഞില്ല എങ്കിൽ, നിയന്ത്രിക്കുവാൻ കഴിഞ്ഞില്ല എങ്കിൽ അത് നമ്മോട് തന്നെയും മറ്റുള്ളവരോടും വെറുപ്പ് ഉളവാക്കുകയും ജീവിതം അസന്തുഷ്ടിയിലേക്കും നിരാശയിലേക്കും നയിക്കുന്ന പ്രവണത ഉണ്ടാകുകയും ചെയ്യാറുണ്ട്. നാലാമത്തെ സമ്മർദ്ദം എന്ന് പറയുന്നത് ദുരിതം അല്ലെങ്കിൽ നാശം എന്നുള്ളതാണ്. ഈ ദുരിതം എന്നത് ജീവിതത്തിൻ്റെ എല്ലാ അർത്ഥങ്ങളെയും തച്ചുടച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് നയിക്കുവാൻ കഴിയാതെ ഒരു ചോദ്യചിഹ്നമായി പരിണമിക്കുകയാണ് ചെയ്യുന്നത്. സമ്മർദ്ദത്തെ ശരിയായ രീതിയിൽ തിരിച്ചുവിടാൻ കഴിയാതെ വരുമ്പോൾ അതൊരു ദുരിതപൂർവമായ സാഹചര്യത്തിലേക്ക് നീങ്ങുന്നു. നാശത്തിൻ്റെ അനുഭവത്തിലേക്കാണ് നീങ്ങുന്നത്. മനുഷ്യജീവൻ്റെ യഥാർത്ഥ മഹത്വം കണ്ടെത്തുവാൻ കഴിയാതെ വെറും നിരാശയുടെ പടുക്കുഴിയിലേക്ക് ഇറങ്ങിപ്പോകുവാൻ തക്കവണ്ണം ഇടവരുന്നുണ്ട്. പലപ്പോഴും പലരുടെ മുഖത്തിലൂടെയും വായിച്ച് മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത്, സമ്മർദ്ദം അഭിമുഖീകരിക്കേണ്ടി വരുമ്പോൾ വേണ്ട രീതിയിൽ തിരിച്ചു വിടുവാൻ കഴിയാത്ത സാഹചര്യത്തിലൂടെ നീങ്ങുമ്പോൾ ജീവിതത്തിന് ഒരു അർത്ഥമില്ലായ്മ, എന്തിനോ ഏതിനോ വേണ്ടി ജീവിക്കുന്ന സാഹചര്യത്തിലൂടെ
നീങ്ങുന്നത് കാണുവാൻ കഴിയും. ഇത്തരം ജീവിതം നിരാശയുടെ അനുഭവത്തിൽ നയിക്കുകയല്ല, എല്ലാം തീർന്നു എന്നുള്ള ചിന്തയിൽ മുന്നോട്ട് പോവുകയല്ല. നാശത്തിൻ്റെ ജീവിതം മുന്നോട്ട് വരുമ്പോൾ അവിടെയാണ് ഒരു എഴുന്നേൽപ്പിലൂടെ ജീവിതം മെച്ചകരമായ സാഹചര്യത്തിലൂടെ മുന്നോട്ട് പോകേണ്ടത്. സാധാരണ ഈ പാനിക് അറ്റാക്ക്, മെൻ്റൽ ഷോക്ക് എന്നൊക്കെ പറയുന്നത് അത് അങ്ങേറ്റം മനുഷ്യ മനസ്സിനെ ഭരിക്കാറുള്ള ഒരു ചിന്തയാണ്. മനസ്സിനുണ്ടാകുന്ന ഏറ്റവും മുറിപ്പാടാണ് പാനിക് അറ്റാക്ക് എന്ന് പറയുന്നത്. അതിൻ്റെ തീവ്രത ഭയങ്കരം ആയിരിക്കും. മനുഷ്യനിങ്ങനെ കാർന്ന് തിന്നുകൊണ്ടിരിക്കുന്ന, സ്വന്തമായി ഒരു കാര്യവും ചെയ്യാൻ പറ്റാത്ത നിലയിൽ ജീവിതത്തെ നശിപ്പിച്ചു കൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങളാണ് ഉണ്ടാകുന്നത്. പക്ഷെ അതിൽ നിന്നും ഒരു എഴുന്നേൽപ്പുണ്ട്. എന്നെക്കൊണ്ടത് സാധിക്കും എന്നുള്ള ചിന്തയിലൂടെ അതിനെ അഭിമുഖീകരിക്കുവാൻ ശ്രമിച്ചാൽ, നല്ല കൗൺസിലേഴ്സിൻ്റെ സഹായത്തോടെ, വേണമെങ്കിൽ സൈക്യാട്രിസ്റ്റിൻ്റെ സഹായത്തോടെ ഒരു ശക്തമായ എഴുന്നേൽപ്പ് വേണമെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ, അവിടെ കടുത്ത നിരാശയാലുണ്ടാകുന്ന, അല്ലെങ്കിൽ ഇത്തരം നാശത്തിൻ്റെ സാഹചര്യത്തിലേക്ക് നയിക്കുന്ന, ഇത്തരം ജീവിതത്തിൻ്റെ താളം തെറ്റലിലേക്ക് നയിക്കുന്ന സമ്മർദ്ദത്തിൽ നിന്നും ഒരു എഴുന്നേൽപ്പ് തീർച്ചയായും സാധ്യമായി തീരുവാൻ ഇടവരും. 5ാമത്തെ തലം എന്നത് യൂസ്ട്രസ് ആണ്. സ്ട്രെസ്സിൽ നെഗറ്റീവ് വശങ്ങളുണ്ട്, അതേസമയം പോസിറ്റീവായിട്ടുള്ള ഒരു വശവുമുണ്ട്. അതാണ് യൂസ്ട്രസ് എന്ന് പറയുന്നത്. യൂസ്ട്രസ് എന്നാൽ പോസിറ്റീവായിട്ട് കാര്യങ്ങൾ ക്രമപ്പെടുത്തുവാൻ വേണ്ടിയുള്ള സ്ട്രെസ്സിൻ്റെ ഒരു ഭാഗമാണ്. പരീക്ഷ എഴുതുന്ന കുട്ടിയെ സംബന്ധിച്ചിടത്തോളം നന്നായി പരീക്ഷ എഴുതണം എങ്കിൽ ഈ ഒരല്പം സ്ട്രെസ് ഉണ്ടായെങ്കിലേ പറ്റുകയുള്ളൂ. ഈ ചെറിയ രീതിയിലുള്ള സ്ട്രെസ് ഇല്ല എങ്കിൽ പരീക്ഷയിൽ മികവ് പുലർത്തുവാൻ കഴിയില്ല. ഇൻ്റർവ്യൂ അഭിമുഖീകരിക്കുമ്പോൾ ചെറിയ നിലയിലുള്ള സ്ട്രെസ് ഇല്ല എങ്കിൽ ഇൻ്റർവ്യൂ ഫേസ് ചെയ്യാൻ കഴിയില്ല. എല്ലാറ്റിനും വേണ്ടിയുള്ള ഒരു ഒരുക്കത്തിന് ഈ യൂസ്ട്രസ് അത്യാവശ്യമായ ഘടകമാണ്. മക്കളുടെ ഭാവി നിർണ്ണയിക്കുന്നതിൽ, അല്ലെങ്കിൽ മക്കളുടെ കാര്യങ്ങൾ നിർവഹിക്കുന്നതിൽ പാരൻസിൻ്റെ റോളിൽ ഈ ചെറിയ നിലയിലുള്ള യൂസ്ട്രസ് അത്യന്താപേക്ഷിതമാണ്. ഡോക്ടറിനെ കാണുന്നതിന് തൊട്ടു മുൻപ് മനസ്സിലൊരു അസ്വസ്ഥത ഉണ്ടാകും. ഇത്തരം ചെറിയ രീതിയിലുള്ള അസ്വസ്ഥത ഈ രോഗിയെ കീഴ്പ്പെടുത്തുന്ന അവസ്ഥയിലല്ല. ആ ചെറിയ രീതിയിലുള്ള അസ്വസ്ഥത എന്തിനേയും എനിക്ക് ഓവർകം ചെയ്യാൻ പറ്റും എന്നുള്ള ചിന്തയിലേക്ക് നയിക്കുവാൻ കഴിയണം. അങ്ങനെ വരുമ്പോൾ യൂസ്ട്രസ് എന്ന് പറയുന്നത് ഉത്തരവാദിത്വത്തിലേക്കും സ്വയം പരിപൂർണത നേടുന്ന സാഹചര്യത്തിലേക്കും എൻ്റേതായ ലക്ഷ്യം എന്തോന്നാണ് അത് വ്യക്തമായും തിരിച്ചറിഞ്ഞ് മുന്നോട്ട് മാത്രം ഓടുവാനുള്ള ഒരു ലാക്കായി കാണുകയാണ് വേണ്ടത്. യൂസ്ട്രസ് എന്ന് പറയുന്നത് എനിക്ക് എൻ്റെ ജീവിതത്തെ മെച്ചപ്പെടുത്തുവാൻ സഹായകരമായ പ്രചോദനം നൽകുന്ന ഘടകമായിട്ട് കാണുവാൻ കഴിയണം. പലപ്പോഴും യൂസ്ട്രസ് എന്നുള്ള അടിസ്ഥാന ഘടകം ഇല്ലാത്തത് ഉത്തരവാദിത്വം ഇല്ലായ്മയിലേക്കും അലസതയിലേക്കും മടിയിലേക്കും നയിക്കാറുണ്ട്. എന്നാൽ ഉത്തരവാദിത്വ ബോധത്തോടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരുവാനുള്ള ആ ഓട്ടം നിർണയിക്കുന്ന, മാത്രവുമല്ല കഠിന അധ്വാനത്തിലൂടെ ഉന്നതമായ നിലവാരം മെച്ചപ്പെടുത്തുവാനുള്ള തീക്ഷ്ണത യൂസ്ട്രസ് നമുക്ക് നൽകുന്നു എന്നുള്ളത് ശ്രദ്ധേയമായ കാര്യമാണ്. ഒരുപക്ഷെ യൂസ്ട്രസ് എന്നുള്ളത് പലപ്പോഴും നമ്മൾ നെർവസ് ആകാം. ദേഹം വിറയ്ക്കൽ, കൈകാലുകൾ കഴയ്ക്കുക, അല്ലെങ്കിൽ കൈകാലുകൾ വിറയ്ക്കുക, ഇങ്ങനെ മനസ്സിന് ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു അസ്വസ്ഥത, ഇങ്ങനെയൊക്കെ ഒരു നെർവസ് ആകുന്ന ഒരു പ്രതിഭാസം ഉണ്ടായേക്കാം. എങ്കിലും ഈ യൂസ്ട്രസ് എന്ന് പറയുന്നത് നമ്മുടെ ചിന്തകളെ ഉയരങ്ങളിലേക്ക് പറക്കുവാൻ പ്രേരിപ്പിക്കുന്നു. എൻ്റേതായ ഉള്ളിൻ്റെ ഉള്ളിലുള്ള റിസോഴ്സ്, എനിക്കെൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള കഴിവുകൾ, വിഭവങ്ങൾ അത് ഉന്നതമായ തലങ്ങളിലേക്ക് എത്തിക്കുവാനുള്ള ഒരു പ്രേരക ശക്തിയാണ് യൂസ്ട്രസ് നൽകുന്നത്. സ്ട്രെസ് എന്നുള്ളത് എന്നെ തകർക്കുവാനുള്ളതായിരിക്കരുത്, എൻ്റെ ജീവിതത്തെ നാശത്തിൻ്റെ തലങ്ങളിലേക്ക് തള്ളിവിടുന്നത് ആയിരിക്കരുത്. എന്നും ഞാൻ ഇത്തരം അവസ്ഥയിലേക്കായി നീങ്ങിപ്പോയോ എന്ന് ചിന്തിക്കുന്ന സാഹചര്യവും ആകരുത്. യൂസ്ട്രസ് എന്നുള്ള നിലയിൽ സ്ട്രെസ്സിനെ ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്തുകൊണ്ട് ഉന്നതമായ തലങ്ങളിലേക്ക്, ഉയർച്ചയിൽ നിന്നും ഉയർച്ചയിലേക്ക് നീങ്ങുന്ന
സാഹചര്യം നാം സൃഷ്ടിച്ചെടുത്തേ കഴിയുകയുള്ളൂ. അത്തരം ജീവിത നിലവാരമാണ് നമുക്ക് വേണ്ടത്. വേദപുസ്തകത്തിൽ 2 രാജാക്കന്മാർ 4-ാം അധ്യായത്തിൽ എലീശ പ്രവാചകന്റെ ശിഷ്യന്റെ ഭാര്യ എലീശ പ്രവാചകനോട് തികഞ്ഞ സമ്മർദ്ദ സാഹചര്യത്തെ വിവരിക്കുന്നത് ശ്രദ്ധേയമായ കാര്യമാണ്. എലീശ പ്രവാചകന്റെ ശിഷ്യൻ മരിച്ചു കഴിഞ്ഞപ്പോൾ ഈ എലീശ പ്രവാചകന്റെ ശിഷ്യന്റെ ഭാര്യ വളരെയധികം വേദനപ്പെട്ടു. അവൾ പ്രവാചകന്റെ അടുക്കൽ വന്ന് പറയുകയാണ്, വളരെ കടക്കെണിയിലാണ് ഞങ്ങളിപ്പോൾ ആയിരിക്കുന്നത്. എന്തിനേറെ ഈ കടക്കെണിയിലൂടെ എൻ്റെ 2 മക്കളെയും പിടിച്ചു കൊണ്ടുപോകുവാൻ കടക്കാർ വന്നിരിക്കുന്നു. ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അവളുടെ ഈ സമ്മർദ്ദപൂരിതമായ സാഹചര്യത്തിൽ നിലവിളിക്കുകയാണ്. മുന്നിൽ ഒരു സാധ്യതയുമില്ല. എന്തെങ്കിലും പരിഹാരമുണ്ടോ എന്ന് നോക്കിയാൽ സ്വയം അവൾക്ക് കണ്ടെത്താൻ കഴിയുന്നില്ല. എലീശ പ്രവാചകൻ ചോദിച്ചു, നിന്റെ പക്കൽ എന്താണ് ഉള്ളത്? പ്രവാചക ശിഷ്യൻ്റെ ഭാര്യ പറഞ്ഞു, എൻ്റെ പക്കൽ ഒരു ഭരണി എണ്ണ അല്ലാതെ മറ്റൊന്നും ഇല്ല. പ്രവാചകൻ പറഞ്ഞു, ആ എണ്ണ എടുക്കുക, ഒപ്പം എവിടെ നിന്നൊക്കെ പാത്രങ്ങൾ ശേഖരിക്കാമോ അവിടെ നിന്നൊക്കെ പാത്രങ്ങൾ ശേഖരിക്കുക. എത്രത്തോളം പാത്രങ്ങൾ ശേഖരിക്കാമോ ആ പാത്രങ്ങളെല്ലാം ശേഖരിച്ച ശേഷം ഓരോ പാത്രത്തിലും അല്പാൽപ്പം എണ്ണ ഒഴിക്കുവാൻ ആവശ്യപ്പെട്ടു. ഈ പ്രവാചക ശിഷ്യൻ്റെ ഭാര്യയും മക്കളും കൂടെ ചേർന്നുകൊണ്ട് ഈ കളക്ട് ചെയ്ത എല്ലാ പാത്രങ്ങളിലും എണ്ണ ഒഴിക്കുവാൻ തുടങ്ങി. എല്ലാ പാത്രങ്ങളിലും എണ്ണ നിറഞ്ഞ ശേഷം പ്രവാചകൻ പറഞ്ഞു, ഇത് കൊണ്ട് വിറ്റ് കടം തീർക്കുക, തുടർന്നുള്ള ജീവിതത്തിൽ മെച്ചകരമായ ജീവിതം നയിക്കുവാനുള്ള ആഹ്വാനം നൽകി. അവിടെ വളരെ വിജയകരമായ ഒരു ദൗത്യം പ്രവാചകനിലൂടെ ആ കുടുംബം ഏറ്റുവാങ്ങുന്നതിന് ഇടയായിത്തീർന്നു. പ്രശ്നം വന്നപ്പോൾ, സമ്മർദ്ദപൂരിതമായ സാഹചര്യം വന്നപ്പോൾ അതിൻ്റെ സൊല്യൂഷൻ കണ്ടെത്തുവാനുള്ള ശ്രമം, തന്നിൽ തന്നെ ഉള്ള സൊല്യൂഷൻ, പരിഹാരം, അത് പ്രവാചകൻ അവൾക്ക് കണ്ടെത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മിൽ തന്നെ ജീവിതത്തിൽ പ്രതിസന്ധികൾ വരുമ്പോൾ, ഭാരവും ബുദ്ധിമുട്ടുകളും ഏറി വരുമ്പോൾ, സമ്മർദ്ദം നമുക്ക് അതിജീവിക്കുവാൻ കഴിയാത്ത സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ, എൻ്റെ ഉള്ളിലുള്ള പരിഹാരം കണ്ടെത്തിക്കൊണ്ട് ജീവിതയാത്ര തുടരുവാൻ കഴിയുമ്പോൾ, എല്ലാ സമ്മർദ്ദങ്ങളെയും പോസിറ്റീവായി അതിജീവിക്കുന്നതിനും എല്ലാ സമ്മർദ്ദങ്ങളെയും മെച്ചകരമായ നിലയിൽ നിലനിർത്തുന്നതിനും, സമ്മർദ്ദങ്ങളെ അതിജീവിച്ചുകൊണ്ട് ഉന്നതമായ ജീവിത ലക്ഷ്യത്തോടുകൂടെ ജീവിതയാത്ര തുടരുവാനും നമുക്ക് കഴിയണം. അത്തരമൊരു ജീവിതം നമ്മിലുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തട്ടെ.